എല്ലാവർക്കും ഈദ് മുബാറക്. ഞെട്ടിപ്പിക്കുന്ന ടൈറ്റിലുമായിട്ടാണ് മമ്മൂട്ടി ചിത്രം എത്തിയിരിക്കുന്നത്. മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം ഇതാ വരാൻ പോവുകയാണ്. ഇന്ന് ടൈറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ടൈറ്റിൽ കാണുമ്പോൾ പലപ്പോഴും ഇതാണോ ടൈറ്റിൽ എന്ന് തോന്നിപ്പോകും. വേറെ ഒന്നുമല്ല, മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളതാണ് ആ ടൈറ്റിൽ പേര്. അതെ, ഞെട്ടിച്ച് ഇരിക്കുകയാണ്. നമ്മൾ കാലങ്ങളെ കേൾക്കുന്നതാണ്. മമ്മൂട്ടിയും അല്ലെങ്കിൽ ഒരു നമ്മൾ കേട്ടുകേൾവിയിൽ എപ്പോഴും ഉള്ള കാര്യമാണ് മട്ടാഞ്ചേരി മാഫിയ, തിരുവനന്തപുരം ലോബി, അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇവിടെ ആ ഒരു ധൈര്യത്തോടെ ആ ഒരു പേരങ്ങെടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് കത്തിക്കും, ആളിക്കത്തിക്കും. മമ്മൂട്ടി, ആസിഫ് അലി, നസ്ലിൻ കൂട്ടുകെട്ടിൽ ഈ ഒരു സിനിമ വരുന്നത് ചുമ്മാതല്ല. ഇത് 100 കോടി സിമ്പിളായിട്ട് തൂക്കിയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിനിമയുടെ ടൈറ്റിൽ മാത്രമേ വന്നുള്ളൂ. അപ്പോഴേ അതിശയോക്തിയോട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇതിൻ്റെ കഥ അമ്മാതിരി സംഭവം തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു കൂട്ടുകെട്ടിൽ അതിമികച്ച രീതിയിലുള്ള ഒരു ചിത്രമാണ് വരാൻ പോകുന്നത്. എന്താണല്ലോ ഇവർ 3 പേരും കൂടെ വരുമ്പോൾ അത് ഒരു അഴിഞ്ഞാട്ടമായിരിക്കുമെന്നുള്ളതിന് സംശയമില്ല. എന്തായാലും ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഏറ്റവും അട്രാക്ഷനായിട്ടുള്ളത്. ചിലർക്കൊക്കെ അതൊരു പക്ഷേ അത്ര രസകരമായി തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഇത് വലിയ രസകരമായി തന്നെ തോന്നുന്നു. കാരണം ഇതൊരു ധൈര്യം തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഒരു പേരിടാൻ കാര്യം? ശരിക്കും ഇങ്ങനെ ലോബി ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാഫിയ ഉണ്ടോ എന്നുള്ളത് പലപ്പോഴായി സിനിമാ മേഖലയിൽ നമ്മൾ കാണാറും കേട്ടുകേൾവിയുള്ള കാര്യവും അതുതന്നെയാണ്. അതെ, മട്ടാഞ്ചേരി മാഫിയ. അങ്ങനെയാണെങ്കിൽ ആ അഴിഞ്ഞാട്ടം നമുക്ക് ഇവിടെ കാണാനും കഴിയും. എന്തായാലും ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ഈ ഒരു ഈദ് ദിനത്തിൽ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമായിരിക്കുമെന്നുള്ളത്. എന്തായാലും ഈ കുറി അത് കലക്കിയിട്ടുണ്ട്, അതിഗംഭീരമായിട്ടുണ്ട്. എന്താണെങ്കിലും ക്യൂബ്സിൻ്റെ സിനിമയായി വരാനിരുന്നതാണ് ഈ ഒരു സിനിമയെന്നറിയാം. പക്ഷേ അവിടെ ആ ഒരു ചൂട് മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഒരു മാറ്റം കാണാൻ കഴിയുന്നു. എന്താണെങ്കിലും അത് ഗുണകരമാണ്. 2ഓളം ചിത്രങ്ങളുമായിട്ടാണ് മമ്മൂട്ടി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കുന്നു, നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.